ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സീമ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സീമ, 44 വയസ്സുണ്ട്. എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. മാഡം, ചെറുപ്പത്തിൽ ഞാൻ അതീവ സുന്ദരിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടത്തിയെടുക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. അമ്മയുടെ ഒരാങ്ങളുടെ വീട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. അവരെ അധികം ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ. അതുകൊണ്ട് എൻ്റെ സൗന്ദര്യം കണ്ട് സൗകര്യമുള്ള ആരെങ്കിലും വരികയാണെങ്കിൽ, വീടുള്ള ഒരാൾ വരികയാണെങ്കിൽ അവിടേക്ക് താമസം മാറാം എന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. എൻ്റെ സൗന്ദര്യം കൊണ്ട് അത് നടക്കുകയും ചെയ്തു. മാഡം, എന്നെ കണ്ട് മോഹിച്ചാണ് എൻ്റെ ഭർത്താവ് വന്നത്. അയാൾ തമിഴ്നാട്ടിൽ ജനിച്ച ഒരു മലയാളിയാണ്. ഇവിടെ വീടും സ്ഥലവും ബിസിനസ്സും ഒക്കെ ഉണ്ട്, നല്ല സൗകര്യം. അത് കണ്ടിട്ടാണ് കല്യാണം നടന്നത്. എനിക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. 10 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ ടെറസിട്ട വീടും എൻ്റെ പേരിൽ എഴുതി വെച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറിയത്. അയാൾക്ക് കാര്യമായ ബന്ധുക്കളൊന്നുമില്ല. എന്തായാലും എനിക്കും അമ്മയ്ക്കും അതൊരാശ്വാസമായി. ആ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറുകയും ചെയ്തു. ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ മകൻ ഉണ്ടാക്കുകയും ചെയ്തു. ചിലവിനൊക്കെ പൈസ തരും. പക്ഷേ ഇവിടെ നിൽക്കുന്നത് അദ്ദേഹം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മിക്കവാറും ബിസിനസ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കും. ചിലപ്പോൾ 10-15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. ചിലപ്പോൾ വിളിച്ചാൽ പോലും കിട്ടുകയില്ല. അങ്ങനെയാണ്. അപ്പോഴെല്ലാം ബിസിനസ്സാണെന്ന് പറയും. അങ്ങനെ അധികം പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോയി. പക്ഷേ 8 വർഷത്തിന് മുമ്പാണ് മാഡം ഞാൻ തിരിച്ചറിഞ്ഞത്, അയാൾക്ക് വേറെ ഭാര്യയും മക്കളും തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ സമയത്ത് അയാൾ ഒരു കൊച്ചു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനുള്ള നിശ്ചയത്തിലായിരുന്നു. ആ പെൺകുട്ടിയുമായി കറങ്ങി നടക്കുകയായിരുന്നു. അവരുടെ വീട്ടുകാർ തമിഴ്നാട്ടിൽ പ്രശ്നമുണ്ടാക്കി. ആ പെൺകുട്ടിയെയും കൊണ്ട് അയാൾ കേരളത്തിലേക്ക് വന്ന് വലിയ പ്രശ്നമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞതോടുകൂടി എനിക്ക് വേണ്ട അങ്ങേരെ എന്നുള്ള ഭാവത്തിലായി ഞാൻ. പുള്ളി കാല് പിടിച്ച് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ല. വേറെ ഭാര്യയും മക്കളുമുണ്ട്. ഇപ്പോൾ കൊച്ചൊരു പെണ്ണിനെയും കൊണ്ട് കറങ്ങി നടക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്ക് അയാളുമായിട്ട് ജീവിക്കാൻ യാതൊരു താല്പര്യമില്ല. വിവാഹം ഒഴിയണമെന്ന് പറഞ്ഞു. അയാൾ സന്തോഷപൂർവ്വം വിവാഹം ഒഴിഞ്ഞു തന്നു. പിന്നീട് എവിടെയോ പോവുകയും ചെയ്തു. അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല മാഡം. മകനെ എങ്ങനെയെങ്കിലും വളർത്തി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയാണ് ചെയ്തത്. ആണുങ്ങളായി കഴിഞ്ഞാൽ 100 ബന്ധങ്ങൾ കാണും. നിനക്കവൻ മാസം ഇഷ്ടംപോലെ പൈസ തരുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് നീ വഴക്കുണ്ടാക്കാൻ പോയത്? അവനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? നമ്മൾ തെരുവിലിറങ്ങേണ്ടി വരും. എൻ്റെ ഭർത്താവ് എനിക്ക് ചിലവിന് തരില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിച്ചത്. പണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേനെ എന്ന് അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും ഈ മനുഷ്യൻ എനിക്ക് വേണ്ട, എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. അപ്പോൾ അമ്മ പറഞ്ഞു, പിന്നെ നീ ജോലിക്കെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ആൾക്കാർ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, നീ IAS പഠിച്ചിട്ട് ചെല്ലുകയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ജോലി ഞാൻ കണ്ടെത്തും. അങ്ങനെ ഞാൻ പലയിടത്തും പോയി മുട്ടി തട്ടി. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല മാഡം. ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. എനിക്കതൊക്കെ വലിയ വിഷമമായിരുന്നു. അങ്ങനെ 2-3 പോയി കഴിഞ്ഞ് ജോലി തരാമെന്ന് പറഞ്ഞെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം വീട്ടിൽ വന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, നീ എന്താ വിചാരിച്ചത്? നീ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും ജോലി എടുത്ത് വെച്ചേക്കാണെന്നോ? പെണ്ണ് അവൾ സുന്ദരിയാണെങ്കിൽ ഇറങ്ങി നടന്നാൽ എൻ്റെ പൊന്നുമോളെ ആരാണെങ്കിലും ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാലമാണ് വരാൻ പോകുന്നതെന്ന് അമ്മ പറഞ്ഞു. ഭർത്താവിനെ ഉപേക്ഷിച്ചതിൽ എനിക്കന്നേരം ഇത്തിരി പ്രശ്നം തോന്നി. നല്ല ക്യാഷ് കിട്ടുന്ന ആളായിരുന്നു. വേണ്ട, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. എന്തായാലും ജോലി കണ്ടെത്തണം. അങ്ങനെ ഞാൻ ഇറങ്ങി മാഡം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കൃഷിഭവനിൽ പോയിരുന്നു. ചില മാവിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ തൈ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരിക്ക 10-45 വയസ്സ് കാണും, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അങ്ങേരുത് വാങ്ങിക്കാൻ വന്നിരുന്നു. പുള്ളിയുടെ കാർ ഡിക്കി തുറന്നിരിക്കുകയാണ്. പുള്ളി ഓരോന്നായി എടുത്ത് വെക്കുന്നു. ആ സമയത്ത് ഞാനും അത് ഒന്നും മിണ്ടാതെ എടുത്തു വെക്കാൻ സഹായിച്ചു. പുള്ളി അപ്പോൾ എന്നോട് ചോദിച്ചു, മോളുടെ വീട് എവിടെയാണെന്ന്. മോള് നമുക്ക് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് തരളിതയായി. വലിയൊരു ചെക്കൻ്റെ അമ്മയായ എന്നെ ഇയാളെന്തിനാ മോളെന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. ഞാനിപ്പോൾ പറഞ്ഞു, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഇക്ക ഇവിടെ കണ്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന വീട്ടിലെയാണെന്ന്. എനിക്ക് അവിടുത്തെ ഉമ്മയെ അറിയാം. ദീർഘകാലം പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്ന് സെറ്റിലായി. ടൗണിൽ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു, ഇക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് കണ്ട ഒരാളാണെങ്കിൽ ഞാനങ്ങ് ചോദിക്കുകയാണ്, എൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയി, ഒരു മകനുണ്ട്, അമ്മയുണ്ട്, ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നാട് നീളെ നടക്കുകയാണ്. പുള്ളിക്കാരൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആ എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവിടെ ബില്ലടിക്കാൻ ഒരു വേക്കൻസി ഉണ്ട്, കമ്പ്യൂട്ടറൊക്കെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പഠിച്ചെടുത്തോളാം, എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. എങ്കിൽ നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ കൃഷി
ശുഭവനിൽ പോയതാണ് എനിക്കൊരു വഴിത്തിരിവായത്. പിറ്റേ ദിവസം ഞാൻ ചെന്നു. പുള്ളിയുടെ ക്യാമിലിരുന്ന് എന്നോട് ചോദിച്ചു ബേസിക് കമ്പ്യൂട്ടറൊക്കെ അറിയാമെന്ന്. ഭാഗ്യത്തിന് എനിക്കറിയാം. കാര്യം മകനാണെങ്കിൽ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നുണ്ട്. വീട്ടിൽ കമ്പ്യൂട്ടറൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കാര്യങ്ങൾ അറിയാമായിരുന്നു. തുടക്കമായതുകൊണ്ട് ഇത്രയും ശമ്പളമേ ഉള്ളൂ എന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് അത് വലിയൊരു തുക തന്നെയായിരുന്നു. എന്തായാലും ഞാനിവിടെ കയറി മാഡം. സുഖകരമായ ജോലിയാണ്. ഇത്തിരി കൂടുതൽ നേരം അധ്വാനിക്കാനും ഞാൻ തയ്യാറാണ്. ഏറ്റവും അവസാനം പോകാനൊക്കെ എനിക്കൊരു മടിയുമില്ല. അങ്ങനെ ആയപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞു, എന്നാൽ സൂപ്പർ മാർക്കറ്റ് അടയ്ക്കുന്നത് വരെ നിൽക്കുമെന്ന്. ഞാൻ പറഞ്ഞു നിൽക്കാം, പക്ഷേ ഇക്ക എന്നെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന്. ഞങ്ങളുടെ വീട്ടിലതൊന്നും പ്രശ്നമില്ല. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് അടച്ചു കഴിഞ്ഞ് ഇക്ക പോകുന്ന വഴിയിലാണല്ലോ എൻ്റെയും വീട്. അങ്ങനെ എന്നെയും കൊണ്ടുവിടും മാഡം. അങ്ങനെ കയറി എനിക്കെന്തോ ഇക്കയോട് കൂടുതൽ ഇഷ്ടം തോന്നി. ഇക്കയാണെങ്കിൽ എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയില്ല. സ്നേഹത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ പുറകിലാണ് ഇരിക്കുന്നത്. ഒരു ദിവസം ഞാൻ ഇക്കയോട് ചോദിച്ചു, ഇക്ക ഞാൻ മുന്നേ കയറിയിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എന്തായാലും നമ്മളുടെ ഈ രാത്രിയിലത്തെ യാത്ര ഗോസിപ്പിനിടയാക്കും. ചിലപ്പോൾ എൻ്റെ വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറയും. ഇനിയിപ്പോൾ മുന്നിലിരുന്നാൽ അത് കൂടുതലാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ലെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, മുന്നിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. പിന്നീട് മുന്നിലായ യാത്ര. ഇടയ്ക്ക് ഇക്ക എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ മനഃപൂർവ്വം ചിരിച്ചുകൊണ്ട് ഇക്കയുടെ തോളിലൊക്കെ കൈ അമർത്തും. അത് ഞാൻ കൊടുക്കുന്നൊരു സിഗ്നലായിരുന്നു. മാഡം, ഇക്ക അടിമുടി സുഗന്ധമാണ്. അതുമാത്രമല്ല അദ്ദേഹത്തെ കാണാൻ എല്ലാ ഇഞ്ചും സൗന്ദര്യമുള്ളൊരു പുരുഷനാണ്. വെളുത്ത് തൊടുത്ത് ചുവന്നിരിക്കുന്നൊരു പുരുഷൻ. എൻ്റെ ഭർത്താവ് അങ്ങനൊന്നുമായിരുന്നില്ല. ഇത്രയും സുന്ദരനായ ഒരു പുരുഷനടുത്തിരിക്കുമ്പോൾ ഞാൻ മോഹിക്കില്ലേ? എത്രയോ നാളായി എൻ്റെ ജീവിതം മടുത്തിരിക്കുകയാണ്. ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു, ഇത്രയും കൂടുതൽ അടുത്തിടപഴകിയാൽ സീമേ എനിക്ക് നിന്നോട് എന്തെങ്കിലും തോന്നുമെന്ന്. ഞാൻ പറഞ്ഞു, തോന്നിക്കോ, ഒരു പ്രശ്നവുമില്ലെന്ന്. അപ്പോൾ അത് നിൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും പ്രശ്നമാകില്ലേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ആരിരിക്കുന്ന വീട്ടുകാർ, മകനും അമ്മയുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് നോക്കിയാൽ അനാഥയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയെ ഞാൻ എൻ്റെ അടുത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു. എവിടെ വെച്ചാണ് നമ്മളൊന്ന് കാണുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇക്ക വിളിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയും വരാമെന്ന്. അങ്ങനെയാണ് മാഡം ഇക്ക എന്നെ ഒരു ദിവസം കോട്ടയം ജില്ലയിലുള്ള ഒരു മലയോര മേഖലയിലേക്ക് പോയി. അവിടെ വലിയൊരു വീട്. ആ വീട്ടിൽ 19 വയസ്സുള്ള ഒരു സ്ത്രീയുണ്ട്. തനിയാണ് താമസം. പുള്ളിക്കാരൻ്റെ അമ്മായിയാണെന്നാണ് പറഞ്ഞത്. അമ്മായി ഞങ്ങൾ രണ്ടുപേരെയും സ്വീകരിച്ചു. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മായി പറഞ്ഞു, ഇവനെന്നെ അമ്മായി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ഞാനവൻ്റെ സ്വന്തം അമ്മായിയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞാനിവിടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അവർ ഈ വീട്ടിൽ വരട്ടെ. എൻ്റെ മക്കൾ രണ്ടുപേരും ഗൾഫിലാണ്. അവർക്കും അമ്മയുടെ ഈ സ്വഭാവമൊക്കെ അറിയാം. പണ്ട് ഞാൻ നാട്ടുകാരൊക്കെ മോഹിച്ചിരുന്നവളായിരുന്നു. ഇപ്പം പ്രായമായില്ലേ. എൻ്റെ മക്കളെ രണ്ടുപേരെയും ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. അതുകൊണ്ട് ഇവിടെ ആര് സ്ഥലം ചോദിച്ചാലും ഞാൻ അവർക്ക് ഒരു രാത്രിയോ 2 ദിവസമോ ഇടം കൊടുക്കും. പിന്നെ ഇവിടെ അടുത്തെങ്ങും ആരുമില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. എനിക്ക് ചെറിയൊരു പേയ്മെൻറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇക്ക നേരത്തെ പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എൻ്റെ സംശയം കണ്ട് അമ്മായി തന്നെ പറഞ്ഞു, ആ മോളെ, ഇവൻ പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് ലീവിന് വരുമ്പോൾ ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് വരും. പക്ഷേ നിൻ്റെ കാര്യം പറയുമ്പോൾ ഇവൻ 1000 നാവാണ്. നിന്നെ സ്ഥിരമായിട്ട് അവന് കൂടെ കൂട്ടാൻ ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുറിയെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അകത്തേക്ക് ചെന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഇക്കയും ഞാനും കുളിച്ച് ഫ്രഷായി. അത് കഴിഞ്ഞ ശേഷമാണ് ഇക്ക എൻ്റെ അടുത്ത് വന്നിരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇടി നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് പല സ്ത്രീകളോടും താല്പര്യമുള്ള ഒരു പുരുഷനാണ്. അല്ലാതെ ഭാര്യയോ നിന്നെയോ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് എന്നോട് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ സമ്മതിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് നിനക്കുണ്ടാകും. എൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടി നിൽക്കുകയാണെങ്കിൽ നിനക്ക് കൂടുതൽ പ്രയോജനമുണ്ടാകും. അതിനിടയ്ക്ക് നീ എന്നെ കയറി പ്രേമിക്കൊന്നും ചെയ്യരുത്. പ്രേമിച്ചെന്നെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകും. പ്രേമിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ല ഞാൻ. മറ്റു പല കാര്യങ്ങൾക്കും കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെൻ്റെ പൊന്നിക്ക, പ്രേമവും ഒന്നുമില്ല. ഇക്കയെ ഞാൻ ശല്യപ്പെടുത്താനും വരില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാര്യങ്ങളൊന്ന് ഗൗനിക്കണം, അത്രയേ ഉള്ളൂ. സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടണമെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു, നീയാണ് യഥാർത്ഥ മിടുക്കി. എൻ്റെ മനസ്സ് നോക്കി നടന്നത് നിന്നെപ്പോലൊരുത്തിയാണ്. നീയും അമ്മായിപ്പോലെ എനിക്ക് പല കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുമോ മോളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൂട്ടു നിൽക്കാമെന്ന്. ഇക്ക അപ്പോൾ എന്നോട് പറഞ്ഞത് ആദ്യം തലയൊന്ന് നന്നായി അനക്കാനാണ്. എനിക്ക് അന്നൊരു പ്രശ്നമല്ല. ഭർത്താവിനെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇക്കയെ 1000 വട്ടം സഹിക്കാം. അതുകൊണ്ട്
അതുകൊണ്ട് എനിക്കൊരു മടിയുമില്ലായിരുന്നു മാഡം. അതുമാത്രമല്ല, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുവഴി ഉയർച്ചയുടെ പടവുകൾ എനിക്ക് താണ്ടിക്കയറാം. ഇനിയൊരു കല്യാണമൊന്നും എനിക്ക് വേണ്ട. ആരുടെ അടിമയായിട്ട് ജീവിക്കാനും വയ്യ. പക്ഷേ എനിക്ക് നല്ല കുറേ ബന്ധങ്ങൾ വേണം. അത് ഇക്കവഴി കിട്ടും. അതുകൊണ്ട് ഞാൻ പൂരത്തിന് കൊടിയേറുന്ന പോലെ, ചെണ്ടമേളത്തിന് താളം പോലെ എൻ്റെ തല ആട്ടിക്കൊണ്ടിരുന്നു. ഇക്ക എന്നെ ഒത്തിരി അഭിനന്ദിച്ചു, ഞാനൊരു മിടുക്കിയാണെന്ന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇക്ക എൻ്റെ ഭർത്താവിനെ പോലെയല്ല. അദ്ദേഹം ഊർജത്തിൻ്റെ പ്രതിരൂപമാണ്. സമയം ഒത്തിരി ഒത്തിരി കൂടുതലാണ്. എത്രയൊക്കെ ഞാൻ ശ്രമിച്ചാലും അദ്ദേഹത്തെ എനിക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല. അത്തരമൊരു പുരുഷനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷേ അതെനിക്ക് അനുഗ്രഹമായിരുന്നു. എത്ര നേരം വേണമെങ്കിലും അദ്ദേഹത്തോടൊത്ത് നന്ദനവനത്തിൽ ഊഞ്ഞാലാടാൻ എനിക്കൊരവസരം കിട്ടി. എൻ്റെ മഹാഭാഗ്യമാണിക്ക. ഇത്രയും നല്ലൊരു പുരുഷനെ ഞാൻ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. ഇക്കയോട് എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നത് ആരാധനയായിട്ട് മാറി. പിന്നീട് തരം കിട്ടുമ്പോഴെല്ലാം ഞാനാണ് ഇക്കയെ നിർബന്ധിച്ചത് എനിക്ക് വീണ്ടും വീണ്ടും കാണണമെന്ന്. അതിലൊന്നും ഇക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നീട് ഇക്ക പല പെൺകുട്ടികളെയും ഇങ്ങനെ കറങ്ങാൻ കൊണ്ടുപോകും. അതിന് കൂട്ടത്തിലൊക്കെ ഞാനും പോയിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ചില പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ ഇക്കയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് അവളുമാരെ ഇക്കയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ധർമ്മവും ഇക്ക എനിക്ക് ഏൽപ്പിച്ചു തന്നു. അതൊക്കെ ഞാൻ ഭംഗിയായി നിർവഹിച്ചു. എൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ പോയി മാഡം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂപ്പർ മാർക്കറ്റിലെ ഓളിനോള് ഞാനാണ്. ഇക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ. അങ്ങനെ എൻ്റെ ജീവിതം മാറി മറിയുകയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, നീ മിടുക്കിയാണ്, വീട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് പേരുദോഷത്തിനിടയാക്കും. ഇങ്ങനെ ജോലിയുടെ പേരും പറഞ്ഞ് ഇറങ്ങി 10 കാശ് സമ്പാദിച്ചാൽ ഒരു പ്രശ്നമുള്ളെന്ന് പറഞ്ഞ് അമ്മയും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. എൻ്റെ മകന് മാത്രം ഇതൊന്നും അറിയില്ല മാഡം. അങ്ങനെ ഞാനും റിച്ചായി എന്ന് പറയാം. എല്ലാം സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണ വന്ന സമയത്തും ഇക്കയുടെ സഹായം എനിക്കുണ്ടായിരുന്നു. ഒരിക്കലും സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല. ഏകദേശം 1.25 വർഷത്തിന് മുമ്പ് ഇക്കയ്ക്ക് പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. കാലിന് നല്ല പരിക്ക് പറ്റി. അദ്ദേഹത്തിന് നടക്കാനൊന്നും പറ്റില്ല. വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ആ സമയത്താണ് ഇക്കയുടെ മകൻ, അവന് 22 വയസ്സ്, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. അവൻ പിന്നീട് എല്ലാം നോക്കി നടത്താൻ വേണ്ടി വന്നു മാഡം. അതോടുകൂടി എനിക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് സാലറി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല, ഒരു ബെനിഫിറ്റുമില്ല. ഇക്കയെ വിളിച്ചാൽ പറയും ഞാൻ വന്നു കഴിഞ്ഞ് റെഡിയാക്കാൻ പറ്റുകയുള്ളൂ. അവനുള്ളപ്പോൾ എനിക്കൊന്നും അനങ്ങാൻ പറ്റില്ല. അവനെല്ലാം മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പൊറുതിയില്ല. എൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം ഒലിച്ചിറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ജീവിതം ശരിക്കും മുരടിച്ചു പോകുകയായിരുന്നു. അവിടുത്തെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇക്കയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അദ്ദേഹത്തിന് എന്ത് ചെയ്യാനാണ്? വന്നെങ്കിൽ മാത്രമേ, പുറത്തിറങ്ങിയാൽ മാത്രമല്ലേ വല്ലതും പറ്റുകയുള്ളൂ. അതോടുകൂടി എനിക്ക് മനസ്സിലായി, ഇത്രയും നാളുമുള്ള സൗഭാഗ്യങ്ങളെല്ലാം ഇനിയിപ്പോൾ മുന്നോട്ടില്ല. അമ്മയാണെങ്കിൽ എന്നെ കുത്തിപ്പറയുകയും ചെയ്തു, നീ കണ്ടുപിടിച്ച വഴി ശരിയല്ലെന്ന്. എൻ്റെ അമ്മയ്ക്ക് കുറ്റപ്പെടുത്താൻ മാത്രമേ അറിയുകയുള്ളൂ. ഇനി എന്ത് എന്നോർത്തിരുന്നപ്പോൾ ഞാനും ഓർത്തു, എന്തായാലും ഞാൻ ഇങ്ങനെയായി. ഇനിയും വെറുതെ എഴുതുന്നത് ശരിയാകില്ല. ഇത്രയും നാൾ ഇക്കയുടെ തോളിൽ കയറിയെങ്കിൽ എന്തുകൊണ്ട് സൗന്ദര്യമുള്ള കിളുന്ന പയ്യൻ അവിടെ വന്ന് എല്ലാവരെയും ഭരിക്കുന്നു? ഈ പ്രായത്തിൽ ഞാൻ വിചാരിച്ചാൽ അവൻ വലയിൽ വീഴുമോ എനിക്കറിയില്ല. വീഴ്ത്തിയാൽ ഞാൻ മിടുക്കി, എൻ്റെ സൗഭാഗ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞാൻ ഓർത്തു. അതിബുദ്ധിയാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പതുക്കെ ഞാൻ അവനോട് താല്പര്യം കാണിച്ചു തുടങ്ങി. ആദ്യ സമയത്തൊന്നും അവന് ശ്രദ്ധിച്ചില്ല. പിന്നീട് അവൻ്റെ കാര്യത്തിൽ ഞാൻ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തു. എന്നെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ പിറ്റേ ദിവസം ചിരിച്ചുകൊണ്ട് തന്നെ പെരുമാറും. പതുക്കെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് പോലായി. പിന്നീട് ഒരു ദിവസം ഞാൻ ചോദിച്ചു, മോൻ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോയെന്ന്. അവൻ എന്നോട് പറഞ്ഞു, ആൻറ്റി ഞാൻ ഒരാളെ പ്രേമിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളിപ്പോൾ ബ്രേക്കപ്പിലാണെന്നും. എന്ത് പറ്റി, അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് സംശയമാണ് എന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോന് അവളുടെ നമ്പർ ഇങ്ങോട്ടാ, ആൻറ്റി വിളിച്ച് സംസാരിക്കാമെന്ന്. അവൻ ആദ്യം പഠിച്ചെങ്കിലും പിന്നീട് ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ എനിക്ക് നമ്പർ തന്നു. അങ്ങനെ ഞാൻ ആ കൊച്ചിനെ വിളിച്ച് സംസാരിച്ചു. അവൻ പാവമാണെന്നും നീ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ലെന്നും എപ്പോഴും സൂപ്പർ മാർക്കറ്റിലാണെന്നും ഞാൻ അവൻ്റെ അമ്മയെപ്പോലെ ഉണ്ടെന്നും പണ്ട് തൊട്ടേ ഇവിടുത്തെ സ്റ്റാഫാണെന്നും എനിക്ക് അവൻ്റെ അമ്മയുടെ സ്ഥാനമാണെന്നും ഒക്കെ ഞാനങ്ങ് വെച്ച് കാച്ചി. കൊച്ചതിൽ വീണു. അവരുടെ പ്രണയം
പിന്നെയും പൂവിട്ടു. പക്ഷേ അതിൽ വേറൊരു ടെസ്റ്റുണ്ട്. ആ പെൺകുട്ടിക്ക് അധികമൊന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമില്ല. അവളും വലിയൊരു വീട്ടിലെ സദാചാരപരമായി ജീവിക്കുന്ന കുട്ടിയാണ്. അതൊക്കെ അവൻ പറഞ്ഞു. എന്തായാലും പിന്നീട് അവർ തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ആൻറ്റി ഉള്ളത് കൊണ്ടാണ് ആ കാര്യങ്ങൾ നേരെയാക്കിയത്. അവളൊരു ഹൂറിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് പറന്നു പോകുമോയെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും അത് റെഡിയായല്ലോ, എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടെ നന്നായി കറങ്ങണം മോനെ. അപ്പോൾ പറഞ്ഞു, അവൾക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ ആൻറ്റി, വല്ലപ്പോഴും കണ്ടാലായിന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് മറ്റാഗ്രഹങ്ങളൊന്നുമില്ലേ മോനെന്ന്? അപ്പോൾ അവൻ പറഞ്ഞു, ആഗ്രഹങ്ങളുണ്ടെങ്കിലും അവൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, കൊള്ളാം, ഇഷ്ടപ്പെട്ട പുരുഷനാണെങ്കിൽ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ രഹസ്യമായി എല്ലാം നടക്കുമെങ്കിൽ അല്ലെങ്കിൽ സുരക്ഷിതമാണെങ്കിൽ സമ്മതിക്കേണ്ടതല്ലേ? ഇവളെന്താണ് പുറത്തിറങ്ങി വരാതിരിക്കുന്നത്? അത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനും എരി കയറ്റി കൊടുത്തു. എന്തായാലും ഒന്നും നടക്കില്ലെന്ന് അവൻ പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് അത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം മോനെ, സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ മനസ്സ് പലപ്പോഴും മറ്റു പല പെണ്ണുങ്ങളിലും വഴിതെറ്റുവെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ വഴിതെറ്റരുത്. കാര്യം പിന്നീട് നിനക്ക് അവളോട് താല്പര്യം കുറഞ്ഞേക്കാം. മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ, അതുമാത്രമല്ല വേറെ ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ അവർ നിന്നെ കയറി പ്രേമിക്കുകയോ അല്ലെങ്കിൽ ആ ബന്ധം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നീട് അവളെ നിനക്ക് നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ മോനെ, മറ്റു ബന്ധങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ നിന്നെ കയറി പ്രേമിക്കുകയോ അല്ലെങ്കിൽ നിനക്ക് പ്രേമം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളമാകും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. എല്ലാം മാനസികമായ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രേമം പോലും തകർന്നു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അത് ശരിയാണെന്ന്. ഞാനിപ്പോൾ ചൂണ്ടയിട്ടും പിന്നെ ഇതെല്ലാം അറിയാവുന്ന നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ, വളരെ അണ്ടർസ്റ്റാൻഡിങ്ങായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിനക്കും എൻജോയ് ചെയ്യാൻ പറ്റിയേക്കും എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ ചുമലിൽ ഒന്ന് തൊട്ടു. അപ്പോൾ അവൻ എന്നെ നോക്കിയിട്ട്, ആൻറ്റിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്റെ ഒരു കാര്യത്തിലും ശല്യപ്പെടുത്താതെ കൂട്ടു നിൽക്കാൻ ആൻറ്റിക്ക് പറ്റും. പക്ഷേ മോനെ, ആൻറ്റിയുടെ ജീവിതം ശരിക്കും പ്രശ്നത്തിലാണ്. ഒത്തിരി കടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ആൻറ്റി പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എനിക്കൊരു കമ്പനി തരികയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാറ്റിത്തരാമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഒരു പ്രശ്നമില്ല, മോൻ്റെ കൂടെ ഞാൻ എപ്പോഴും കാണും. സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ മനസ്സ് ഇത്തിരി ഡൗൺ ആയിരുന്നു, ഇപ്പോൾ അത് ഓക്കെ ആയി മോനെ എന്ന് പറഞ്ഞ് എൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാനങ്ങ് പുറത്തെടുത്തു. ക്യാബിനാണെന്നൊന്നും വിചാരിക്കാതെ എൻ്റെ കൈകൾ അവനെ തേടിപ്പോയി. അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ചെക്കൻ എൻ്റെ കൈപ്പിടിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഒന്നും അറിയാത്ത ഒരു കാമുകിയും ഒരു ചെറുപ്പക്കാരന് ആദ്യഘട്ടത്തിൽ അധികമൊന്നും പകർന്നു നൽകില്ല. പക്ഷേ എക്സ്പീരിയൻസ് ആയ ഒരു സ്ത്രീ ചെന്നാലോ അവൻ്റെ സ്വർഗരാജ്യം അവിടെ തുടങ്ങിയാകും. അതുകൊണ്ടല്ലേ ഇത്തിരി പ്രായമായ സ്ത്രീകളുടെ പുറകെ പല ആണുങ്ങളും നടക്കുന്നത്, പ്രത്യേകിച്ചും കൊച്ചു പിള്ളേർ. എനിക്കിതെല്ലാം അറിയാമായിരുന്നു. ഈ സമൂഹം മുഴുവനും ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടത് പണമാണ് എന്ന് വെച്ചിട്ട് തെരുവിലിറങ്ങി നടക്കാനും പറ്റില്ല. ഒന്നോ രണ്ടോ പേര് മാത്രം മതി എൻ്റെ സോണിൽ. എനിക്കവിടെ നിന്ന് മാന്യമായി ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനും അങ്ങ് നിനച്ചിറങ്ങി മാഡം. പിന്നെ ചെക്കൻ വിളിക്കുന്നിടത്തെല്ലാം ഞാൻ പോകും. അപ്പൻ തരുന്നതിനേക്കാൾ കൂടുതൽ പണം എനിക്ക് കിട്ടിത്തുടങ്ങി. ജീവിതം എല്ലാം നല്ല പടിയിലായി. ഇക്കയെ വിളിക്കുമ്പോൾ ഞാനൊന്നും അറിയാത്തവളെ പോലെ സംസാരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇക്കയെ ഡീൽ ചെയ്യുന്ന വിധത്തിലല്ല ചെക്കന് ഡീൽ ചെയ്യേണ്ടത്. ചെക്കന് ഞാൻ അഭിനന്ദിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ചില സമയത്ത് ചെക്കനോട് ചോദിക്കും, ആൻറ്റിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ റൂട്ടങ്ങ് മാറ്റി. അവൻ വരുമ്പോൾ തന്നെ അവനോട് കൂടുതൽ പ്രശംസിച്ച് സംസാരിക്കും. അതുമാത്രമല്ല, ഞങ്ങൾ തമ്മിൽ മുന്നേറുമ്പോൾ അവനെ നന്നായി ഞാൻ ഇരികേറ്റും. മോനെ, നീയാണ് കാട്ടിലെ കൊമ്പനാന. ഇത്രയും നല്ലൊരാണ് എൻ്റെ ഭർത്താവ് പോലും അല്ലായിരുന്നു. ശരിക്കും ആൻറ്റിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാ മോനെ. നീ എൻ്റെ ഭാഗ്യമാണ് എൻ്റെ കുട്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ രീതിയിൽ ഓരോ വായ്ത്താരി ഇട്ട് കൊടുക്കും. ചെക്കൻ അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ രാജാവാണെന്നുള്ള തോന്നലാണ്. പക്ഷേ ഇക്ക തന്നെയാണ് മെച്ചം. ചെക്കന് അത്രയും വരില്ല. എങ്കിലും ഞാൻ വർണ്ണങ്ങളങ്ങ് വാരി വിതറിക്കൊടുത്തു. ആണുങ്ങളെ വലയിലാക്കാൻ പെണ്ണുങ്ങളുടെ നാക്ക് പോരെ മാഡം. ആ നാക്ക് ഞാൻ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ച് ചെക്കൻ എൻ്റെ വരുതിക്ക് നിർത്തിയിരിക്കുകയായിരുന്നു. ഇങ്ങനെ സ്മൂത്തായി പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇക്കയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. കഴിഞ്ഞ മാസം ഇക്ക തിരിച്ചു വന്നത്. ആ സമയത്ത് ഇക്ക ഞാനും അവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ എന്നെ ചൊല്ലി അച്ഛനും മകനും തമ്മിൽ വലിയ വഴക്കും വക്കാണുമായിരുന്നു. ഇക്ക എന്നോട് പറഞ്ഞു, ജോലി ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ പോകണം, അവനെയും
കൈവിടണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനവിടെ വഴക്കുണ്ടാക്കി മാഡം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ബന്ധങ്ങളും എല്ലാവരും അറിഞ്ഞു, അവരുടെ വീട്ടുകാരും അറിഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിലെ ബന്ധുക്കൾ ചിലർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു. അത് ചില ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി മാഡം. അവസാനം എനിക്ക് നല്ല പേരുദോഷമായി. നാട്ടിലിനി അറിയാത്ത ഒരാൾ പോലുമില്ല. ഇത്രയും നാളും ഒതുക്കത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പുറത്തായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുറേ ദിവസം വീട്ടിലിരുന്നു. അവസാനം ഇക്ക എന്നോട് പറഞ്ഞു മകനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല, അങ്ങേരോട് മാത്രം മതിയെന്ന്. അതേപോലെ മകനും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി ബാപ്പയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല, എനിക്ക് കാമുകയും വേണ്ട കല്യാണവും വേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ മതി, നിങ്ങൾ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നോളാമെന്ന് ചെക്കൻ പറയുന്നു മാഡം. ഞാൻ ശരിക്കും ചെകുത്താനും കടലിൽ നടുക്കുപെട്ട അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം കൂടി അവനോട് വന്ന് വഴക്കുണ്ടായി. ഞാനൊരു തീരുമാനം പറയാത്തതിൽ 1 മാസം അവൻ സമയം തരും. ആ സമയത്ത് ഞാൻ തീരുമാനം എടുക്കണമെന്നും അവൻ്റെ കൂടെ ഇറങ്ങിച്ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ അവൻ എന്താണ് ചെയ്യുക എന്ന് അറിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാഡം. എല്ലാവരും കേട്ട് എനിക്ക് വല്ലാത്ത പേടിയാണ്. എൻ്റെ മകൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അമ്മ പറഞ്ഞത് എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ച് ആ ചെക്കനെ പറഞ്ഞു വിട്ടിട്ട് ഇക്കയെ മാത്രം സ്വീകരിച്ചാൽ മതി, അതായിരിക്കും നല്ലത്. മുതിർന്ന ആളാകുമ്പോൾ പണവും കിട്ടും, അച്ചടക്കവും ഉണ്ടാകുമെന്നാണ്. എനിക്കാണെങ്കിൽ 2 പേരെയും ഒരുപോലെ ഇഷ്ടമാണ് മാഡം. ഞാൻ 2 പേരോടും നിങ്ങൾ 2 പേരും കൂടി എൻ്റെ കൂടെ വേണം. 2 പേരെ എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. ആരും അറിയാതെ കാര്യങ്ങളൊക്കെ 2 പേരുമായിട്ടും ഒത്തുചേർന്ന് മുന്നോട്ട് പോയാൽ കൊള്ളാം എന്ന് പറയാൻ ആലോചിക്കുകയാണ് മാഡം. ആ വിദ്യ ഫലിക്കുമോ മാഡം? മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? അക്സെപ്റ്റ് ചെയ്യുമോ? ചെക്കൻ ഇത്തിരി പ്രശ്നക്കാരനാണ്, എങ്കിലും 2 പേരും അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ കൂടെ എനിക്ക് സന്തോഷമായി പോകാമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നല്ല വിശാലമായ മനസ്സല്ലേ മാഡം വേണ്ടത്? ഞാൻ പറയട്ടെ മാഡം ആ കാര്യം അവരോട്. മാഡത്തിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്ക് മുന്നോട്ട് നീങ്ങാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൊള്ളാം. എന്തായാലും നിങ്ങൾ നല്ല മിടുക്കിയാണ്. കാരണം സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛനെയും മകനെയും ഒന്നിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നു. കുറേ അധികം സ്ത്രീകളുണ്ട്, പ്രത്യേകിച്ച് അധികം ഹാർഡ് വർക്കൊന്നും ചെയ്യാതെ ഇങ്ങനെ ഏതെങ്കിലും ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കാശ് കിട്ടി എല്ലാ കാലത്തും രാജ്ഞികളാ ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിന് വളം വെച്ച് കൊടുക്കുന്ന പുരുഷന്മാരുമുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ ശരിക്കും വടംവലി പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ ഇത് എന്തെങ്കിലും ഒരു നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇത്തരം കാര്യങ്ങളെന്നൊക്കെ വിട്ട് നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിച്ചു കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്കിലും നിങ്ങൾ അവരോട് ഈ ഒരു ഐഡിയ പറയുകയാണ്, നല്ലൊരു കാര്യമാണ്. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അച്ഛനും മകനും എൻ്റെ ഇടവും വലവും ഇരുന്നോട്ടെ, 2 പേർക്ക് 2 സ്പേസ് കൊടുക്കാം എന്ന് പറഞ്ഞ് അവർക്കും അവരുടേതായിട്ടുള്ള കളത്തരങ്ങളുണ്ടല്ലോ. അല്ലാതെ നിങ്ങളെ പ്രേമിക്കൊന്നും കല്യാണം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ തൽക്കാലത്തേക്ക് പറയുന്നതാണ്, കൊതി മതി തീരുന്നത് വരെ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഓപ്ഷൻ അവരോട് പറഞ്ഞതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത്രയും കുളമായില്ല. ഇനിയിപ്പോൾ ഇത് മാത്രം പറയാൻ എന്തിനാണ് ഇത്ര മടിക്കുന്നത്? പറഞ്ഞു നോക്കൂ, കിട്ടിയാലൂട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് വിചാരിക്കാം. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ട് നമ്മൾ ജീവിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കളത്തരം കാണിക്കുന്നവർക്ക് അതിൽ എന്ത് ട്രിക്കും പരീക്ഷിച്ച് നോക്കാം. അതിപ്പോൾ വേറെ ആളുടെ അഭിപ്രായം അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ.